പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ നമുക്കിന്ന് അടുത്ത വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപ് നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ഓർമ്മയുണ്ടോ? എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലെസൺ അല്ലേ? അതിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതിൽ തന്നെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ കിങ്ഡം മൊണീറെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്? 3 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ആർക്കെ ബാക്ടീരിയ, യു ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. അപ്പം ഇതിൽ തന്നെ ആർക്കെ ബാക്ടീരിയയുടെ ഫുള്ള് നിങ്ങൾ 3 പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഇനിയുള്ളത് യു ബാക്ടീരിയ ആണ്. അപ്പോൾ ആ യു ബാക്ടീരിയയുടെ ഷേപ്പാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞത് അല്ലേ? അതായത് ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്ടീരിയ എന്തൊക്കെയായിട്ട് തരംതിരിച്ചു. ഓർക്കണില്ലേ? കോക്കസ്, ബാസിലസ് അല്ലേ? ഓർക്കണില്ലേ? വിബ്രിയം എല്ലാം ഓർക്കണില്ലേ എല്ലാവരും? ഇനി നമുക്ക് ബാക്ടീരിയയുടെ ന്യൂട്രീഷനെ പറ്റിയിട്ട് പഠിക്കാം. അതായത് എങ്ങനെയാണ് ബാക്ടീരിയയ്ക്ക് ഫുഡ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് ഫുഡിന് വേണ്ടി ചെയ്യുന്നത്, ആ വിധ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോണത്. അപ്പം ഇവിടെ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പാണ് ന്യൂട്രീഷൻ കാണുന്നത്. അതായത് കിങ്ഡം മൊണീറയിൽ നിങ്ങൾ പഠിച്ചതാണ് 2 ടൈപ്പ് ന്യൂട്രീഷൻ ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ഓട്ടോട്രോഫിക്കും ഹെട്രോട്രോഫിക്കും. ഇതാണ് 2 ടൈപ്പ് ന്യൂട്രീഷൻ. ഇപ്പൊ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ ഏകദേശമൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്താണ് ഓട്ടോട്രോഫ്സ്, എന്താണ് ഹെട്രോട്രോഫ്സ് എന്നുള്ള കാര്യം. അതെ, ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിയുന്ന ജീവികളാണ് ഏതിൽ വരുന്നത്? ഓട്ടോട്രോഫ്സിൽ വരുന്നത്. ദേ ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽസ്. ഇനി ഹെട്രോട്രോഫ്സ് എന്ന് പറഞ്ഞാലോ? ദേ ഡിപ്പെൻഡ് അതർ ഓർഗാനിസംസ് ഓർ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ ഫോർ ദെയർ ഫുഡ്. അതാണ് ഹെട്രോട്രോഫിക് ഓർഗാനിസത്തിൽ വരുന്നത്. ഇനി ഓട്ടോട്രോഫിക് തന്നെ നമ്മൾ ബാക്ടീരിയയുടെ കേസിൽ വരുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സും അതേപോലെ തന്നെ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സും. അപ്പം അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോണത്. അപ്പം നോക്കാം. അതായത് ന്യൂട്രീഷൻ ഇൻ ബാക്ടീരിയ എന്താണ്? 2 ടൈപ്പ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആൻഡ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. ഇതിൽ ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ they synthesize their own food from inorganic substrates. അപ്പോൾ ഇവിടെ ഇനോർഗാനിക് സബ്സ്ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആയിരിക്കാം. അപ്പോൾ പ്ലാന്റ്സിന്റെ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇനോർഗാനിക് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ഒക്കെയാണ് ഇനോർഗാനിക് സബ്സ്ട്രേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതേപോലെ ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ they synthesize their own food from inorganic substrates. ഇനോർഗാനിക് സബ്സ്ട്രേറ്റിൽ നിന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ജീവികൾക്ക് പറയുന്ന പേരാണ് ഓട്ടോട്രോഫ്സ്. ഇനി ഇവിടെ ബാക്ടീരിയ ആണെങ്കിൽ എന്താണ്? ഹെട്രോട്രോഫിക്കും ആയിരിക്കും. ചിലത് ഹെട്രോട്രോഫിക് ആയിരിക്കും. അപ്പൊ ദേ ഡിപ്പെൻഡ് അതർ ഓർഗാനിസംസ് ഓർ ഓൺ ഡെഡ് ഓർഗാനിക് മാറ്റർ ഫോർ ഫുഡ്. അതായത് ഭക്ഷണത്തിന് വേണ്ടി മറ്റു ജീവികളെ ഡിപ്പെൻഡ് അതർ ഓർഗാനിസം ഓർ ഓൺ ഡെഡ് ഓർഗാനിക് മാറ്റർ ഫോർ ഫുഡ്. ഡെഡ് ഓർഗാനിക് മാറ്ററിനെ ആശ്രയിക്കാം, അതായത് ചത്തതും ചീഞ്ഞതുമായ വസ്തുക്കളെ. അപ്പൊ അതിന് കുറച്ച്, അതായത് ദേ മേ ബി പാരസിറ്റിക്, സാപ്രോഫൈറ്റിക് ഓർ സിംബയോട്ടിക്. അപ്പൊ അതെന്തായിരിക്കാം? ഒന്നുകിൽ പാരസൈറ്റിക് ആയിരിക്കാം, ലിവിങ് തിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ ഡെഡ് ആൻഡ് ഓർഗാനിക് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാം. ചിലതാണെങ്കിൽ സിംബയോട്ടിക് ആണ്. സിംബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് 2 ജീവികളും തമ്മിൽ കാണും. അങ്ങനെയുള്ളതിനാണ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഓട്ടോട്രോഫ്സിനെ തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സും കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സും. ഇനി ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാല് they prepare their own food using sunlight. ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ വേർഡ് മീനിങ്ങിന് അർത്ഥം ലൈറ്റ് എന്നാണ്. അപ്പൊ ഇവിടെ ഫോട്ടോസിന്തറ്റിക് ലൈറ്റ്, സൺലൈറ്റ് ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ജീവികളാണ് ഏതിൽ വരുന്നത്? ഫോട്ടോസിന്തറ്റിക്കിൽ വരുന്നത്. അങ്ങനെയുള്ള ബാക്ടീരിയ ആണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സിൽ വരുന്നത്. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ആണ്. അപ്പൊ they prepare their food using some chemical substances as their substrates. അത് ഇവര് ഫുഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? ചില കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചാണ്. ഫോർ എക്സാമ്പിൾ നൈട്രേറ്റ്സ്, നൈട്രൈറ്റ്സ് ആൻഡ് അമോണിയ. അപ്പൊ അങ്ങനെയുള്ള ഇനോർഗാനിക് സബ്സ്ട്രേറ്റ്സ് ആ സബ്സ്റ്റൻസ് എങ്ങനെ നടക്കും? എന്താണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ? ഓക്സിഡേഷൻ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. അതായത് ഓക്സിഡൈസ് ചെയ്യാണ് അവര്. നൈട്രേറ്റ്സിന് ഓക്സിഡൈസേഷൻ റിയാക്ഷൻ നടക്കും.
അങ്ങനെ നടന്നിട്ട് എന്താ ചെയ്യുന്നത്, റിലീസ് എനർജി ഫോർ ദെയർ ATP പ്രൊഡക്ഷൻ, അതായത് ATP പ്രൊഡക്ഷനിലുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഓർഗാനിസത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കീമോസിന്തറ്റിക് ഓർഗാനിസം എന്ന് പറയുന്നത്. ഇനി അതിന്റെ മെയിൻ റോൾ എന്താന്ന് വെച്ചാൽ ദേ പ്ലേ എ ഗ്രേറ്റ് റോൾ ഫോർ ദ റീസൈക്ലിംഗ് ഓഫ് നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ ആൻഡ് സൾഫർ. അതായത് ഇതിന്റെ റീസൈക്ലിങ്ങിന് ഹെൽപ്പ് ചെയ്യാണ് ഏത് ടൈപ്പ് ബാക്ടീരിയ ചെയ്യുന്നത്, കീമോസിന്തറ്റിക് ബാക്ടീരിയ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. ബാക്ടീരിയയുടെ ന്യൂട്രീഷൻ 2 ടൈപ്പാണ്. ഏതൊക്കെയാ പറഞ്ഞത്, ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും. അതിൽ ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ സിന്തസൈസ് their own food from inorganic substrates. ഇനി ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് അതർ ഓർഗാനിസംസ് ഓർ ഓൺ ഡെഡ് ഓർഗാനിക് മാറ്റർ ഫോർ ഫുഡ്. അതായത് അതിൽ എന്തൊക്കെ വരാം, പാരസിറ്റിക് ഫോം വരാം, സാപ്രോഫൈറ്റിക് ഫോം വരാം, സിംബയോട്ടിക് ഫോംസും വരാം. ഇനി ഓട്ടോട്രോപ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സും കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സും. ഇപ്പൊ ഫോട്ടോസിന്തറ്റിക്കിന്റെ പ്രത്യേകത യൂസിങ് സൺലൈറ്റ്, അത് നിങ്ങൾ ഓർക്കുക. ഇവിടെയാണെങ്കിൽ ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ആണ്. കീമോസിന്തറ്റിക് വരുമ്പോൾ ദേ ഓക്സിഡൈസ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് സച്ച് ആസ് നൈട്രേറ്റ്സ്, നൈട്രൈറ്റ്സ് ആൻഡ് അമോണിയ. അതൊന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ അവരുടെ മെയിൻ ഫങ്ഷൻ എന്താന്ന് വെച്ചാൽ അവർ റീസൈക്ലിങ്ങിന് സഹായിക്കുന്നു. അതായത് ഈ ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, അയൺ അതിൻ്റെ ഒക്കെ റീസൈക്ലിങ്ങിന് സഹായിക്കുകയാണ് ആര് ചെയ്യുന്നത്, കീമോസിന്തറ്റിക് ബാക്ടീരിയ ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്കിനി ബാക്ടീരിയയുടെ റിപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ റിപ്രൊഡക്ഷൻ നിങ്ങൾക്ക് അറിയാം, മെയിനായിട്ട് അസെക്ഷൽ റിപ്രൊഡക്ഷനും സെക്ഷൽ റിപ്രൊഡക്ഷനും കാണും ജീവികളുടെ. ഇപ്പൊ ബാക്ടീരിയ ആണെങ്കിൽ 2 ടൈപ്പ് റിപ്രൊഡക്ഷനും ഫോളോ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ബാക്ടീരിയയിൽ ഏത് ടൈപ്പ് റിപ്രൊഡക്ഷൻ ആണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിൽ കൂടുതലായിട്ട് നമുക്ക് കാണുന്നത് അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ്. അപ്പൊ അസെക്ഷൽ റിപ്രൊഡക്ഷൻ മെത്തേഡ് ആണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അതായത് ബാക്ടീരിയയിലുള്ളത് എന്താണ്, ബൈനറി ഫിഷൻ എന്നുള്ള ഒരു മെത്തേഡാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഈ ബൈനറി ഫിഷനിൽ ബാക്ടീരിയയുടെ ബോഡി 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോന്നും എന്തായിട്ട് മാറും, ഓരോ ബാക്ടീരിയൽ സെല്ലായിട്ട് മാറും. അപ്പൊ ആ ടൈപ്പ് റിപ്രൊഡക്ഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആയ ബൈനറി ഫിഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി ബൈനറി ഫിഷൻ അല്ലാണ്ട് ഇപ്പോൾ കണ്ടീഷൻസ് ഒന്നും അത്ര ഫേവറബിൾ അല്ല എന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ ബാക്ടീരിയ എന്ത് ചെയ്യും, അത് തിക്ക് റെസിസ്റ്റൻസ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് അതിനൊക്കെ കവർ ചെയ്തിട്ട് നല്ല സ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള സ്പോർസിനെ എൻഡോസ്പോർസ് എന്ന് പറയും. ഇനി ചില ടൈപ്പ്, അതായത് ചില സ്പീഷീസ് ബാക്ടീരിയ ആണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, അത് സെക്ഷൽ റിപ്രൊഡക്ഷൻ ചെയ്യാറുണ്ട്. സെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റ് ജീവികളുടെ പോലെയല്ല, ബാക്ടീരിയ യൂണിസെല്ലുലാർ ആണ്. അപ്പൊ അതുകൊണ്ട് ആ ജനറ്റിക് മെറ്റീരിയലിന്റെ ഒരു ട്രാൻസ്ഫർ മാത്രം ചില കേസിൽ നടക്കാറുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. അതായത് റിപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ. ബാക്ടീരിയ റിപ്രൊഡ്യൂസ് മെയിൻലി ബൈ ബൈനറി ഫിഷൻ. അപ്പൊ മെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈനറി ഫിഷൻ ആണ്. ഇപ്പൊ ഇമാജിൻ ചെയ്യാൻ ഇതൊരു ബാക്ടീരിയൽ സെല്ലാണ്. ഇപ്പൊ ഇതിന്റെ ജനറ്റിക് മെറ്റീരിയൽ കാണാം. അതായത് DNA ആണ് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ. ഇനി ഈ ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുന്ന ടൈമിൽ എന്തായിട്ട് മാറുന്ന വെച്ചാൽ അതിന്റെ സെൽ വോളിന് കുറച്ച് ഇതേപോലെ വരും, ഇൻഫോൾഡ് ചെയ്യും സെൽ വോൾ. എന്നിട്ട് അതിലെ ജനറ്റിക് മെറ്റീരിയല് 2 ആയിട്ട്, അതായത് ഇത് ഒരെണ്ണമായിട്ട് മാറും, ഇതൊരു ജനറ്റിക് മെറ്റീരിയൽ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2ലേക്ക് പോകും. അത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, ഒന്നൊരു ബാക്ടീരിയ നമുക്ക് കണ്ടോ ഇവിടെ 2 ബാക്ടീരിയൽ സെല്ലുകൾ കിട്ടും, അതായത് ജനറ്റിക് മെറ്റീരിയൽ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബൈനറി ഫിഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഒരു ബാക്ടീരിയ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കണ്ട ഇതൊരു ബാക്ടീരിയൽ സെല്ല്, ഇത് 2ാമത്തെ ബാക്ടീരിയൽ സെല്ല്, അപ്പൊ 2 ബാക്ടീരിയ സെല്ലിനെ കിട്ടും. ആ ടൈപ്പിനാണ് നമ്മൾ ബൈനറി ഫിഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈപ്പ് ക്ലിയർ ആണല്ലോ, അതായത് ബാക്ടീരിയയുടെ റിപ്രൊഡ്യൂസ് ചെയ്യും മെയിൻലി ബൈ ബൈനറി ഫിഷൻ വഴിയായിട്ട്. ഇനി അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻസ്. അൺഫേവറബിൾ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ, അതായത് ഇപ്പൊ ബാക്ടീരിയ റിപ്രൊഡ്യൂസ് ചെയ്താലും കൂടിയിട്ട് അവയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക, അങ്ങനെയുള്ള സമയത്ത് ബാക്ടീരിയ അതിന്റെ മുകളിൽ ഒരു സ്പോർ പോലെ ആയിട്ട് മാറും, എന്നിട്ട് ഒരു തിക്ക് റെസിസ്റ്റന്റ് സ്പോർ ആയിട്ട് മാറും. അങ്ങനെയുള്ള സ്പോർസിന് പറയുന്ന പേരാണ് എൻഡോസ്പോർസ്.
ഇനി കണ്ടീഷൻസ് ഫേവറബിൾ ആകുമ്പോഴെന്താണ്, ഇതിന്റെ മുകളിലുള്ള കോട്ടിംഗ് ഒക്കെ പോയിട്ട് ബാക്ടീരിയ നമ്മുടെ നോർമൽ ബൈനറി ഫിഷൻ വഴിയായിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ആ ടൈപ്പിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതായത് എൻഡോസ്പോർസ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്പോർസ് ദേ പ്രൊഡ്യൂസ് അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻസ്. അതായത് കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ ബാക്ടീരിയ എന്ത് ചെയ്യും, അതിന്റെ ബോഡിക്ക് പുറത്ത്, അതായത് അതിന്റെ സെല്ലിന് പുറത്ത് ഒരു തിക്ക് കോട്ടിങ് പ്രൊഡ്യൂസ് ചെയ്യും. ആ തിക്ക് കോട്ടിങ് പ്രൊഡ്യൂസ് ചെയ്ത് അതൊരു റെസ്റ്റിംഗ് പീരീഡിൽ വരും. അതിനെയാണ് എൻഡോസ്പോർസ് എന്ന് പറയുന്നത്. ഈ എൻഡോസ്പോർസ് ഫേവറബിൾ കണ്ടീഷൻസിൽ എന്തായിട്ട് മാറും, അത് റിപ്രൊഡ്യൂസ് ചെയ്ത് ബൈനറി ഫിഷനോ ഏതെങ്കിലും മെത്തേഡ് വഴിയായിട്ട് അത് റിപ്രൊഡ്യൂസ് ചെയ്ത് പിന്നെ 2 ബാക്ടീരിയ ആയിട്ട് മാറും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ്. അപ്പൊ അത്ര കോമൺ അല്ല സെക്ഷൽ റിപ്രൊഡക്ഷൻ ബാക്ടീരിയയില്. എന്നിരുന്നാലും ജനറ്റിക് ട്രാൻസ്ഫർ കാണാം ബാക്ടീരിയയില്. അതായത് കോൺജുഗേഷൻ, ട്രാൻസ്ഡക്ഷൻ, അങ്ങനെ പറയുന്ന കുറച്ച് പേരുകളിലാണ് അത് അറിയപ്പെടുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇവിടെ ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. അതായത് ഇതൊരു ബാക്ടീരിയൽ സെല്ല്, ഇത് വേറൊരു ബാക്ടീരിയൽ സെല്ല്. അപ്പൊ ഇവിടെ വന്നിട്ട് രണ്ടിനും തമ്മിൽ ചിലപ്പോൾ ഒരു കോൺജുഗേഷൻ ട്യൂബ് ഡെവലപ്പ് ചെയ്യും. ആ ട്യൂബിൽ കൂടെ ഇതിന്റെ ജനറ്റിക് മെറ്റീരിയല് ഇവിടേക്കും വരും, ഇതിന്റെ ജനറ്റിക് മെറ്റീരിയല് ഇവിടേക്കും വരും. അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. അല്ലെങ്കിൽ DNA ഒരു പാർട്ട് മാത്രം, അതായത് സ്മോൾ പാർട്ട്, ഇപ്പോൾ ഒരു കുഞ്ഞൊരു DNA പാർട്ട് ഉണ്ടെങ്കിൽ ആ പാർട്ട് മാത്രം എവിടേക്ക് മാറും, ഈ ബാക്ടീരിയൽ സെല്ലിലേക്ക് പോകും. അപ്പൊ ഇവിടെ DNA ട്രാൻസ്ഫർ മാത്രമാണ് നടക്കുന്നത് ഫ്രം വൺ ബാക്ടീരിയം ടു അനദർ. That is also another type of reproduction found in bacteria. അപ്പോൾ ബാക്ടീരിയയിൽ റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് ബൈനറി ഫിഷൻ. ബാക്ടീരിയൽ സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ബാക്ടീരിയ ഫോം ചെയ്യുന്നു. The bacterial cell divides to form 2 bacterial cells. The second type is by means of endospores. Endospores are produced by under unfavorable conditions. Then that time these endospores are produced and later they develop into, when the conditions become favorable, they develop into new bacterial cells. Next type is sexual reproduction. Here only the transfer of DNA takes place from one bacterium to another. So these are the 3 types of reproduction commonly found in bacteria. പിന്നെ നമ്മൾ പറഞ്ഞു, അതായത് ബാക്ടീരിയ എന്ന് പറയുന്നത് യു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയും സയാനോ ബാക്ടീരിയയും അതിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇനി നമുക്ക് സയാനോ ബാക്ടീരിയനെ പറ്റിയിട്ട് പഠിക്കാം. അതായത് സയാനോ ബാക്ടീരിയക്ക് പറയുന്ന മറ്റൊരു പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ. സയാനോ ബാക്ടീരിയക്ക് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, ബ്ലൂ ഗ്രീൻ ആൽഗെ. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്താണ് ബ്ലൂ ഗ്രീൻ ആൽഗെ, സയാനോ ബാക്ടീരിയ, അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവല്ലോ, 8th പഠിക്കാനുണ്ടല്ലോ. നിതയ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ്, അതായത് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിയും. എങ്ങനെയാണ് അവർ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത്? ഫോട്ടോസിന്തസിസ് വഴി. അപ്പൊ അതുകൊണ്ടാണ് ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ദേ കണ്ടെയ്ൻ ക്ലോറോഫിൽ എ പിഗ്മെന്റ് സെയിം ആസ് ദാറ്റ് ഓഫ് ഗ്രീൻ പ്ലാന്റ്സ്. ഗ്രീൻ പ്ലാന്റിന്റെ പോലെയുള്ള ക്ലോറോഫിൽ എ പിഗ്മെന്റ് ആരിലും നമുക്ക് കാണാൻ പറ്റും, സയാനോ ബാക്ടീരിയയിലും കാണാൻ പറ്റും. അതുകൊണ്ടാണ് അവയെ എന്തെന്ന് പറയുന്നത്, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ദേ കണ്ടെയ്ൻ ക്ലോറോഫിൽ എ പിഗ്മെന്റ് സെയിം ആസ് ദാറ്റ് ഓഫ് ഗ്രീൻ പ്ലാന്റ്സ്. ഗ്രീൻ പ്ലാന്റ്സിലുള്ള അതേ പിഗ്മെന്റ് തന്നെയാണ് എവിടെയും കാണുന്നത്, സയാനോ ബാക്ടീരിയയിലും കാണുന്നത്. ഏത് പിഗ്മെന്റ് ആയിരുന്നു? ക്ലോറോഫിൽ എ പിഗ്മെന്റ്. ഇനി സയാനോ ബാക്ടീരിയ ഏതൊക്കെ രൂപത്തിലാണ് കാണുന്നത്? അതായത് ദ സയാനോ ബാക്ടീരിയ ആർ യൂണിസെല്ലുലാർ. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു സെല്ല് മാത്രമായിട്ട് ഇങ്ങനെ കാണും, ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ കാണും. അതിനാണ് യൂണിസെല്ലുലാർ എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ അതിന് സ്പൈറുലീന. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കൊളോണിയൽ ഫോംസ് ആണ്. കൊളോണിയൽ ഫോംസ് എന്ന് പറഞ്ഞാൽ കുറേ സയാനോ ബാക്ടീരിയകൾ ഇതേപോലെ കൂട്ടം ചേർന്ന് ഒരുമിച്ച് ഇങ്ങനെ കാണും. എന്നിട്ട് അതിനെ കവർ ചെയ്തിട്ട് ഒരു മ്യൂസിലേജിനസ് കവറിങ് കാണും. ഇതാണ് കൊളോണിയൽ ഫോംസ് എന്ന് പറയുന്നത്. കൊളോണിയൽ ഫോംസ് ഓർ ഫിലമെന്റസ്. ഓസിലിറ്ററി ഒക്കെ ആണെങ്കിൽ ഫിലമെന്റസ് ഫോംസ് ആണ്. ഇപ്പൊ ഫിലമെന്റ് എന്ന് പറഞ്ഞാൽ ബോഡി ഇതേപോലെ ഓരോ സെഗ്മെന്റ് ഇതിൽ
ഇതിലെ ഫിലമെന്റസ് ഫോംസ് പറഞ്ഞ ഓസിലിറ്റേറിയ ഫിലമെന്റസ് ഫോംസ് ആണ്. അപ്പൊ ഈ ബോഡി ഇങ്ങനെ ഫിലമെന്റ് പോലെയായിട്ട് ഇങ്ങനെ കാണാം, അതായത് നീളത്തിൽ കാണുന്നതാണ് നമ്മൾ അർത്ഥാക്കുന്നത്. ഇതേപോലെ ഫിലമെന്റ് ആയിട്ട് കാണും. അപ്പൊ അങ്ങനെയുള്ള ഫിലമെന്റസ് ഫോംസും എവിടെ നമുക്ക് കാണാൻ പറ്റും? ഈ സയാനോ ബാക്ടീരിയയില് കാണാനായിട്ട് സാധിക്കും. ഇനി പിന്നെ എങ്ങനെയൊക്കെ കാണാം, എവിടെയൊക്കെ കാണുന്നു? ദേ മേ ബി ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ, ഫ്രഷ് വാട്ടറിൽ കാണാം. അതേപോലെ തന്നെ മറൈൻ വാട്ടർ, കടൽ വെള്ളത്തിൽ കാണാൻ പറ്റും. ഓർ ടെറസ്ട്രിയൽ, അതായത് ലാൻഡിലും ഭൂമിയിലും ഒക്കെ നമുക്ക് എവിടെ നോക്കിയാലും ആരെയാണ് കാണാൻ സാധിക്കും? സയാനോ ബാക്ടീരിയയെ കാണാനായിട്ട് സാധിക്കും. ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഓർ ടെറസ്ട്രിയൽ ഫോംസ്. ഇനി ദ കോളനീസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ മ്യൂസിലേജിനസ് ഷീത്ത്. അപ്പൊ കാരണം ഇത് യൂണിസെല്ലുലാർ അല്ലെങ്കിൽ കൊളോണിയൽ ഫോംസ് ഒക്കെ ആവുമ്പോ എന്താന്ന് വെച്ചാല് അതിനെ കവർ ചെയ്തിട്ട് എന്ത് കാണാൻ പറ്റും? ഒരു മ്യൂസിലേജിനസ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് എന്ത് കാണാം? മ്യൂസിലേജ് എന്ന് പറഞ്ഞാൽ ഒരു വഴുവഴുപ്പുള്ള ഒരു പദാർത്ഥം. അപ്പൊ അതുകൊണ്ട് അതിന്റെ കോളനീനെ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതിനാണ് മ്യൂസിലേജിനസ് ഷീത്ത് എന്ന് പറയുന്നത്. കോളനീസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ മ്യൂസിലേജിനസ് ഷീത്ത്. അപ്പൊ ഓർക്കണില്ലേ എന്തൊക്കെയാണ്? ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ആണ്. പിന്നെ പറഞ്ഞാൽ നമ്മുടെ യൂണിസെല്ലുലാർ ആയിരിക്കാം, കൊളോണിയൽ ഫോംസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫിലമെന്റസ് ഫോംസ് ആയിട്ട് കാണാം. ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ, മറൈൻ ഓർ ടെറസ്ട്രിയൽ. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? ദ കോളനീസ് ആർ കവേർഡ് ബൈ എ മ്യൂസിലേജിനസ് ഷീത്ത്. കോളനിയെ കവർ ചെയ്തിട്ട് എന്ത് കാണാൻ പറ്റും? ഒരു മ്യൂസിലേജിനസ് ഷീത്ത് കാണാനായിട്ട് സാധിക്കും. സയാനോ ബാക്ടീരിയയുടെ നമ്പർ കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ പിന്നെ അത് വാട്ടർ ബോഡിയുടെ സർഫസിൽ മുഴുവനും ഈ സയാനോ ബാക്ടീരിയ ഇങ്ങനെ മുഴുവനായിട്ട് നിറഞ്ഞു നിൽക്കും. അപ്പൊ അതിലേക്ക് ഓക്സിജനോ അതേപോലെ തന്നെ സൺലൈറ്റോ അങ്ങനെയുള്ളതൊന്നും ആ വാട്ടറിലേക്ക് എൻ്റർ ചെയ്യില്ല. അതെന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു പൊല്യൂഷൻ പോലെ ആയിട്ട് ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. അപ്പൊ അതിന് പറയുന്ന പേരാണ് ബ്ലൂംസ്, ആൽഗൽ ബ്ലൂംസ് എന്ന് പറയും. The rapid increase in growth of cyanobacteria in water bodies is usually known by the name algal blooms. അതായത് സയാനോബാക്ടീരിയയുടെ ഗ്രോത്ത് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? വാട്ടർ ബോഡിയുടെ സർഫസിൽ മുഴുവൻ ഇങ്ങനെ മ്യൂസിലേജിനസ് ആയിട്ട് കവറിങ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പൊ സൺലൈറ്റ് ഒന്നും എവിടേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യില്ല. അതേപോലെ തന്നെ ഇതിലുള്ള അക്വാട്ടിക് ഓർഗാനിസത്തിനൊന്നും വേണ്ടത്ര ഓക്സിജൻ ലഭിക്കില്ല. അപ്പൊ എന്താ സംഭവിക്കുക? അക്വാട്ടിക് ഓർഗാനിസം ഒക്കെ ഫിഷൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ ചത്തു വീഴും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൽഗൽ ബ്ലൂംസ്. അങ്ങനെ ആ റാപ്പിഡ് ഗ്രോത്തിന് പറയുന്ന പേരാണ് ആൽഗൽ ബ്ലൂംസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി വേറൊരു പ്രത്യേകത സയാനോ ബാക്ടീരിയക്ക് എന്താന്ന് വെച്ചാൽ അവയ്ക്കൊരു സ്പെഷ്യലൈസ്ഡ് നൈട്രജൻ ഫിക്സിംഗ് സ്ട്രക്ചർ കാണാം. അതിന് പറയുന്ന പേരാണ് ഹെട്രോസിസ്റ്റ്. Some can fix atmospheric nitrogen by specialized cells called heterocyst. എക്സാമ്പിൾ നോസ്റ്റെക് അനബിന. അപ്പൊ ഇത് നോസ്റ്റെക്കിന്റെ ഒരു ഡയഗ്രാമാണ്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ. ഇതിനാണ് നമ്മൾ ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. ഹെട്രോസിസ്റ്റ് ഇടയ്ക്കിടയ്ക്കായിട്ട് സ്പെഷ്യലൈസ്ഡ് സെൽസ് കാണും. ഈ സെല്ലിലാണ് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ നൈട്രേറ്റോ അമോണിയൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കഴിവുള്ള സെൽസ് ആണ്. അതിനാണ് നൈട്രജൻ ഫിക്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സയാനോ ബാക്ടീരിയക്ക് നമ്മൾ വേണമെങ്കിൽ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാം. കാരണം ഇത് ആ ഭാഗത്ത് കുറച്ചൊക്കെ വാട്ടർ ബോഡീസ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റിനൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഉള്ളത് കൊണ്ട് തന്നെ, നൈട്രജൻ ഫിക്സേഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്താ പറ്റുക? ദാറ്റ് വിൽ ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഏത് സഹായിക്കാറുണ്ട്? സയാനോ ബാക്ടീരിയ സഹായിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഹെട്രോസിസ്റ്റ് എന്താണ് ക്ലിയർ ആയില്ലേ? പിന്നെ ഈ ഗ്രീൻ കളറിലേക്ക് കാണിച്ചതാണ് മ്യൂസിലേജിനസ് ഷീത്ത് എന്ന് പറയുന്നത്. മ്യൂസിലേജിനസ് ഷീത്ത്, മ്യൂസിലേജിനസ് ഷീത്ത്. ഇപ്പൊ ക്ലിയർ ആയില്ലേ എന്തൊക്കെയാണ് സയാനോ ബാക്ടീരിയയുടെ ക്യാരക്ടേഴ്സ് എന്നുള്ളത്? ഇവിടെ നമ്മൾ ആൽഗൽ ബ്ലൂംസിനെ പറ്റി പഠിച്ചു, പിന്നെ ഹെട്രോസിസ്റ്റിനെ പറ്റിയിട്ട്. അപ്പൊ ഹെട്രോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൈട്രജൻ, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സിംഗ് സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. നിങ്ങൾ ഓർത്തിരിക്കുക, എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് വാട്ട് ഡു യു മീൻ ബൈ ഹെട്രോസിസ്റ്റ് എന്നുള്ളത്. ക്ലിയർ ആയില്ലേ? ബാക്ടീരിയയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് വാട്ട് ആർ ദ യൂസ്ഫുൾ ആക്ടിവിറ്റീസ് ഓഫ് ബാക്ടീരിയ ആൻഡ് വാട്ട് ആർ ദ ഹാംഫുൾ ആക്ടിവിറ്റീസ് ഓഫ് ബാക്ടീരിയ.
കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ബാക്ടീരിയയുടെ യൂസ്ഫുൾ ആക്ടിവിറ്റീസും ഹാംഫുൾ ആക്ടിവിറ്റീസും. അപ്പോൾ ദേ ആർ ഹെൽപ്ഫുൾ ഇൻ മേക്കിംഗ് കേർഡ് ഫ്രം മിൽക്ക്. യൂസ്ഫുൾ ആക്ടിവിറ്റിയിൽ പാലിൽ നിന്ന് എന്തുണ്ടാക്കാൻ പറ്റും? നമുക്ക് തൈര് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഏത് വഴിയായിട്ടാണ്? ബാക്ടീരിയ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് നടക്കുള്ളൂ. ഏത് ടൈപ്പ് ബാക്ടീരിയ ആയിരുന്നു? ലാക്ടോബാസില്ലസ് ബാക്ടീരിയ. സോ ദേ ആർ ഹെൽപ്ഫുൾ ഇൻ മേക്കിംഗ് കേർഡ് ഫ്രം മിൽക്ക്. അതായത് പാലിൽ നിന്ന് തൈര് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആര് സഹായിക്കുന്നു? ബാക്ടീരിയ സഹായിക്കുന്നു. ഇനി വേറൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ബാക്ടീരിയയിൽ നിന്നാണ് ആൻറ്റിബയോട്ടിക് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ടെട്രാസൈക്ലിൻ, സ്ട്രെപ്റ്റോമൈസിൻ അങ്ങനെ പറയുന്ന ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടല്ലോ. അതായത് നമ്മുടെ കണ്ണിൽ അല്ലെങ്കിൽ മുറിവിനൊക്കെ പറ്റുന്ന ആ ടൈപ്പ് ആൻറ്റിബയോട്ടിക്കുകൾ, അതൊക്കെ ബാക്ടീരിയയിൽ നിന്നാണ് സിന്തസൈസ് ചെയ്യുന്നത്. സോ ദേ ആർ യൂസ്ഫുൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക്സിന്റെ പ്രൊഡക്ഷനും ആര് സഹായിക്കുന്നു? ബാക്ടീരിയ സഹായിക്കുന്നു. പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാൽ നൈട്രജൻ ഫിക്സേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചതാണ് നൈട്രജൻ ഫിക്സേഷൻ. ഇപ്പോൾ ലെഗുമിനസ് പ്ലാന്റ്സ്, പയറുവർഗത്തിലുള്ള ചെടികൾ, അപ്പൊ അതിൽ കാണുന്ന ഒരു ടൈപ്പ് ബാക്ടീരിയ ആണ് റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ. സിംബയോട്ടിക് ബാക്ടീരിയ ആണ് റൈസോബിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ. ആ ബാക്ടീരിയ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്ത് പ്ലാന്റ്സിന്റെ നൈട്രജൻ അബ്സോർപ്ഷൻ ഈസി ആക്കുന്ന ഒരു ടൈപ്പ് ബാക്ടീരിയ ആണ്. അപ്പൊ അതുകൊണ്ട് അത് എന്തിനു സഹായിക്കുന്നു? നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ബാക്ടീരിയകളും ഉണ്ട്. ഇനി വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ആർ ഹെൽപ്ഫുൾ ഫോർ റീസൈക്ലിംഗ് ഓഫ് ന്യൂട്രിയൻസ്. അതായത് ന്യൂട്രിയൻറ്റ് സൈക്ലിങ്ങിനും ആര് ഇമ്പോർട്ടൻ്റ് ആണ്? റീസൈക്കിൾ ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മൾക്കറിയാം നമ്മുടെ ബോഡിയൊക്കെ, അതായത് ഓരോ ജീവികളും ചത്ത് കഴിയുമ്പോൾ മണ്ണിലേക്ക് എത്തും അല്ലെ. മണ്ണിൽ ധാരാളം ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ ആണ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ മൂലകങ്ങൾ, അതായത് നൈട്രജൻ, ഹൈഡ്രജൻ, കാർബൺ അങ്ങനെയുള്ള മൂലകങ്ങളൊക്കെ ഫ്രീ ആക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ന്യൂട്രിയൻ സൈക്ലിങ്ങിനും ആര് ഹെൽപ്പ് ചെയ്യുന്നു? ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെയാണ് യൂസ്ഫുൾ ആക്ടിവിറ്റീസ് ഓഫ് ബാക്ടീരിയ. ഏതൊക്കെയായിരുന്നു? ഹെൽപ്ഫുൾ ഇൻ മേക്കിംഗ് കേർഡ് ഫ്രം മിൽക്ക്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആന്റിബയോട്ടിക്സ്. പിന്നെന്താ പറഞ്ഞത്? നൈട്രജൻ ഫിക്സേഷൻ, ന്യൂട്രിയൻ സൈക്ലിംഗ്. ഇതിലെല്ലാം ബാക്ടീരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അഡീഷണൽ പോയിന്റ്സ് ഇനിയുണ്ട്. ഞാൻ 4 പോയിന്റ് മാത്രം എഴുതിയതേ ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ഏതെങ്കിലും 2-4 പോയിന്റ് പഠിച്ചു വെക്കുക എക്സാം ബേസിലായിട്ട്. ഇനി ഹാംഫുൾ ആക്ടിവിറ്റീസ് ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയയുടെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ്? അതായത് എന്തൊക്കെ ഉപദ്രവങ്ങളാണ് ബാക്ടീരിയ നമുക്ക് ചെയ്യുന്നത്? അപ്പൊ ഒന്നാമതായിട്ട് നമുക്കറിയാം കുറെ അസുഖങ്ങൾ ബാക്ടീരിയ ആണ് ഉണ്ടാക്കുന്നത്. മനുഷ്യനാണെങ്കിലും ചെടികളിലാണെങ്കിലും. ഇപ്പൊ ബാക്ടീരിയ കോസ് ഡിസീസസ്, അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. ഇൻ പ്ലാന്റ്സ് ആൻഡ് എനിമൽസ്, പ്ലാന്റ്സിലും എനിമൽസിലും അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിലൊക്കെ തന്നെയാണെങ്കിൽ കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ബാക്ടീരിയ ആണ്. ഇനി അതേപോലെ പ്ലാന്റ്സിലൊക്കെ ആണെങ്കിൽ സിട്രസ് കാൻകർ, അതായത് നാരകം എന്ന് പറയില്ലേ നമ്മൾ, നാരങ്ങ ചെടി, അപ്പൊ അതിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അസുഖം, അതിനാണ് സിട്രസ് കാൻകർ എന്ന് പറയുന്നത്. ഇനി വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ദേ സ്പോയിൽ ഫുഡ് അല്ലെ. ഭക്ഷണം കേടാവും. കുറച്ചു നേരം നമ്മൾ തുറന്നൊക്കെ അങ്ങനെ വെക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ എടുത്തു വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഇന്ന് വെച്ച കറിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഫുഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം എടുത്തു നോക്കുമ്പോൾ അതിനൊരു ചീത്ത സ്മെല്ലൊക്കെ വരും അല്ലെ. അപ്പൊ അതെന്താ ചെയ്യേണ്ടത്? ദേ സ്പോയിൽ ദി ഫുഡ്. എക്സാമ്പിൾ ആണ് ക്ലോസ്ട്രീഡിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഫുഡ് സ്പോയിലേജ് നടത്തുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഹാംഫുൾ ആക്ടിവിറ്റീസ് ഓഫ് ബാക്ടീരിയ, കോസ് ഡിസീസസ് ആൻഡ് ദേ സ്പോയിൽ ഫുഡ്. അപ്പൊ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ ആദ്യത്തെ പറഞ്ഞാൽ കീമോസിന്തറ്റിക് ബാക്ടീരിയ ആർ ഓട്ടോട്രോഫ്സ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. കീമോസിന്തറ്റിക് ബാക്ടീരിയ ഓട്ടോട്രോഫ്സ് ആണ്. അതിന് നിങ്ങൾക്ക് എന്ത് ന്യായീകരണമാണ് കൊടുക്കാൻ പറ്റുക? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം കീമോസിന്തറ്റിക് ബാക്ടീരിയ എന്താണ്? ഓട്ടോട്രോഫ്സ് ആണ്. കാരണം എന്താ? ദേ ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. എങ്ങനെയാണ് ദേ പ്രിപ്പയർ? ദേ ഓക്സിഡൈസ് ദി inorganic substances such as nitrates, nitrites and ammonia and produce energy for the ATP production. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? They are the autotrophs. മനസ്സിലായില്ലേ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത്? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ബാക്ടീരിയ reproduce by various methods. What are the different methods of reproduction occur in bacteria?
അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് 3 പറയാം. ഒന്ന് ബൈനറി ഫിഷൻ, അപ്പോൾ അതെന്താണെന്ന് പറയാം. പിന്നെ രണ്ടാമത്തത് എൻഡോസ്പോർസ്, അൺഫേവറബിൾ കണ്ടീഷൻസിലുള്ളത്. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്താ നടക്കുന്നത്, DNA ട്രാൻസ്ഫർ. അപ്പോൾ ആ 3 കാര്യങ്ങളും അതിലെഴുതാം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. നെയിം ദ ഇതാണ് ഫിഗർ. നെയിം ദ ഓർഗാനിസം ആൻഡ് ദ കിങ്ഡം ഇറ്റ് ബിലോങ്സ്. അപ്പൊ ഇത് ഏത് ഓർഗാനിസം ആണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? നോസ്റ്റക് ആണ്. ഏത് കിങ്ഡം ആണ്? കിങ്ഡം മൊണീറയാണ് അല്ലെ? കിങ്ഡം മൊണീറയിലാണ് വരുന്നത്. ഇനി ലേബൽ എക്സ് ആൻഡ് മെൻഷൻ ഇറ്റ്സ് ഫംഗ്ഷൻ. ഇതാണ് എക്സ്. അതായത് ഈ പർട്ടിക്കുലർ പാർട്ടിൽ നമ്മൾ പറഞ്ഞ പേരെന്തായിരുന്നു? ഹെറ്ററോസിസ്റ്റ്. അതിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? നൈട്രജൻ ഫിക്സേഷൻ. അപ്പൊ അതാണ് അതിൽ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 എഴുതാം. റൈറ്റ് എനി 2 യൂസ്ഫുൾ ആക്ടിവിറ്റീസ് ഓഫ് ബാക്ടീരിയ. അതായത് ആന്റിബയോട്ടിക് പ്രൊഡക്ഷനോ നൈട്രജൻ ഫിക്സേഷനോ ന്യൂട്രിയൻ സൈക്ലിങ്ങോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 അതിൽ നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതിക്കോളും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബൈ.